ഈ കർക്കിടക പുണ്യമാസത്തിൽ രാമായണത്തെക്കുറിച്ച് പറയുന്നത് ഏറെ പുണ്യം. ഭാരതത്തിലെ 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ്. അതിനാൽ ആദിമകാവ്യമെന്നും അറിയപ്പെടുന്നു. രാമായണം എന്നാൽ രാമൻ്റെ യാത്ര എന്നർത്ഥം. ആദ്യമായി അക്ഷരം പഠിച്ച കാട്ടാളൻ താപസനായി മാറുന്നതും ആ താപസൻ പിന്നീട് കവിയായി മാറുന്നതുമായ മഹാപരിണാമം. ഭാരതീയ ജീവിതത്തെ രാമായണം പോലെ സ്വാധീനിച്ച മറ്റൊരു കാവ്യമില്ല. ധർമ്മവും അധർമ്മവും, രാമനും രാവണനും, ധർമാധർമ്മങ്ങൾ തമ്മിൽ പൊരുതുമ്പോൾ ആത്യന്തികമായ വിജയം ധർമ്മത്തിനും സത്യത്തിനുമാണെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നത്. സംസ്കൃതത്തിലുള്ള വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. സംസ്കൃതത്തിലുള്ള രാമായണ കാവ്യം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ 6 ഖണ്ഡങ്ങളായി രാമായണം മലയാളികൾക്ക് പരിചയപ്പെടുത്തി. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ബാലകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് ശ്രീരാമൻ്റെ വിനയം ഏറെ എടുത്തു പറയേണ്ടതാണ്. സീതാസ്വയംവരം കഴിഞ്ഞ മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് സീതാസമേതനായി വൻ സൈന്യവുമൊത്ത് വരുന്ന സമയത്ത് പരശുരാമൻ വളരെ കോപത്തോടെ തടഞ്ഞു നിർത്തി, ത്രയംബകം എന്ന ശൈവചാപം മുറിച്ച് നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം ചെയ്യൂ എന്ന് വെല്ലുവിളിക്കുന്നു. ഞാനല്ലാതെ ഈ 3 ലോകത്തും വേറെ ഏത് രാമനാണ് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഭയപ്പാടോടെ നിൽക്കുന്ന അച്ഛൻ ദശരഥനും വസിഷ്ഠമുനിയും വൻപടയും നിൽക്കുമ്പോൾ വളരെ ശാന്തസ്വരൂപനായി വിനയത്തോടെ രാമൻ പരശുരാമനോട് പറയുന്നു, ഇത്രയും മഹാനുഭാവനായ അങ്ങ് സാധാരണക്കാരനായ എന്നോട് ഇത്രയും ദേഷ്യഭാവത്തോടു കൂടി പെരുമാറുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? രാമൻ്റെ സമീപനത്തിൽ പരശുരാമൻ്റെ കോപം ഇല്ലാതെയായി. അതുപോലെ അയോധ്യാകാന്ഡത്തിലേറെ പ്രസക്തമായൊരു ഭാഗമാണ് ലക്ഷ്മണോപദേശം. സുമിത്ര തൻ്റെ മകനായ ലക്ഷ്മണന് രാമൻ്റെയും സീതയുടെയും കൂടെ കാട്ടിലേക്ക് പോകുമ്പോൾ നൽകുന്ന ഉപദേശം. അതിങ്ങനെയാണ്: കാടിനെ അയോധ്യയായി കാണണമെന്നും ശ്രീരാമനെ തൻ്റെ പിതാവായ ദശരഥ മഹാരാജാവായി കാണണമെന്നും സീതയെ സ്വന്തം അമ്മയായ സുമിത്രയെപ്പോലെ കാണണമെന്നുമായിരുന്നു. അങ്ങനെയായാൽ എല്ലാ നന്മകളും വന്നു ചേരുമെന്ന് പറയുന്നു. രാമായണത്തെപ്പറ്റി പറയുമ്പോൾ ഭക്തോത്തമനായ ഹനുമാനെ പറ്റി പറയാതിരിക്കാനാവില്ല. ചിരഞ്ജീവിയാണ് ഹനുമാൻ. കലികാലം കഴിയും വരെയും രാമനാമം ജപിച്ച് ഹനുമാൻ ജീവിക്കും. രാമൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഭക്ത ഹനുമാനാണ് ലങ്കയിലേക്ക് രാമൻ്റെ ദൂതുമായി പോകുന്നത്. ഹനുമാൻ ഏറെ പ്രിയം ഭക്തർ രാമനാമം ജപിക്കുന്നതാണ്. ഈ കർക്കിടക പുണ്യമാസത്തിൽ രാമരാമായെന്ന് ജപിച്ചുകൊണ്ട് രാമൻ്റെ പാതാരവിന്ദങ്ങൾ മനസ്സാ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.